ചരട് നമ്മള് ഷർട്ടിന്റെ അകത്ത് കെട്ടിയാലും അരയിൽ കെട്ടിയാലും പൂണ്ട് കെട്ടിയാലും വിശ്വാസിയാണ്. നമ്മുടെ ശകുനത്തിന്റെ കാര്യത്തിലൊക്കെ പൊതുവെ കേരളീയരും മലയാളികളൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തില്ല. ഞാൻ എതിർത്തൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് ചെയ്യുന്നതിന് നിങ്ങൾ എന്തിനാ പൈസ ഇടുന്നത്? കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലെ സ്ഥിതോ ബ്രഹ്മ പ്രഭാതേ കരദർശനം എന്ന് ഈ ഹസ്രേഖ പുസ്തകത്തിന്റെ ആദ്യത്തെ ചാപ്റ്ററിനകത്ത് ഇങ്ങനെ എഴുതി വെക്കും. ജ്യോതിശാസ്ത്രം എന്നുള്ളത് സത്യമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടിൽ തൊടുപുഴ മോറ്റ പ്രദേശത്തുള്ള വലിയ വലിയ ആൾക്കാരുടെ പേര് അവിടുത്തെ ആള് നമ്മളോട് പറഞ്ഞു തരുവാ. അവരൊക്കെ അവിടെ ചെന്നിട്ടുണ്ട്. എന്താണ് മതവിശ്വാസത്തിലുള്ളത് അതൊന്ന് രണ്ട് വാക്ക് പറഞ്ഞാൽ മാത്രം മതി അവര്. ജോസഫേട്ടൻ ഒരു അന്ധവിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നമുക്ക് മനസ്സിലായി. കൊണ്ടിട്ട് അമ്പലത്തിൽ പോവാന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോ നമ്മൾ പറഞ്ഞതിന്റെ കാര്യം തന്നെ ഇതാണ്. അമേരിക്കയിൽ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല. പ്രവാസികൾക്ക് ഒത്തിരി വിശ്വാസമുണ്ട്. ഒത്തിരി ആൾക്കാർ അതിൻ്റെ അകത്ത് പോകുന്നുണ്ട്. ഹസ്തരേഖാശാസ്ത്രം, ജ്യോതിശാസ്ത്രം, കോടാങ്കി ശാസ്ത്രം, സാമുദ്രിക ശാസ്ത്രം. നമസ്കാരം, വാക്കി ടോക്കിയിലേക്ക് സ്വാഗതം. നമ്മള് ഇന്നിപ്പം രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് ഇന്ന് വളരെ രസകരമായൊരു സബ്ജക്റ്റാണ് എടുക്കുന്നത്. കാരണം ഈ പ്രവാസികൾക്ക് പൊതുവെ, പ്രവാസികൾ എന്ന് വെച്ചാൽ അമേരിക്കൻ മലയാളികൾ ഒക്കെ ഈ നാട്ടിൽ പോകുന്ന അവരുടെ യാത്രയിൽ ഈ ജ്യോത്സ്യന്മാരെയൊക്കെ കാണാൻ പോകുന്ന ഒരു ശീലം പലർക്കും ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അപ്പം അവർ നാട്ടിൽ പോകുന്നു. ഇപ്പൊ സാധാരണ ഈ നമ്മുടെ നല്ല നാള് സമയമൊക്കെ റെഡിയാണോ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന പണിയിൽ ഉന്നതിയുണ്ടോ, പ്രൊമോഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാണ് പൊതുവെ ജ്യോത്സ്യന്മാരെയൊക്കെ കാണുന്നത്. അപ്പം ഇങ്ങനെ പലരും കാണാൻ പോയ ഒത്തിരി ആൾക്കാരുടെ കഥകൾ നമുക്കറിയാം. പരീക്ഷയ്ക്ക് അങ്ങനെ വല്ല പ്രത്യേകിച്ച് അനുഭവങ്ങൾ വല്ലതും ഉണ്ടോ? അത് ഈ ഇപ്പം നമ്മൾ ഇപ്പൊ ക്രിസ്ത്യാനിയാണ് ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ചെല്ലണമെങ്കിൽ അദ്ദേഹം ബൈബിളിലെ കുറച്ച് കോട്ടുകളൊക്കെ പറയും. അപ്പൊ പറയാം, നമ്മുടെ എന്നാ പറയണേ, യോഹന്നാന്റെ പുസ്തകത്തില് നമ്മുടെ പ്രവർത്തികൾ നമ്മൾ മനസ്സിലാക്കുന്നതിലേക്കായി നിന്റെ കരങ്ങളിൽ അടയാളങ്ങളും മുദ്രകളും സ്ഥാപിച്ചു എന്ന് പറയും. അങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണേലും അവരെയൊക്കെ ഇതിന്റെ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലാണ് അവര് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് അനുഭവങ്ങൾ വല്ലതും ഉണ്ടോ? നമ്മുടെ അമേരിക്കയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആരെങ്കിലും നാട്ടിൽ പോയി ജ്യോത്സ്യനെ കണ്ട എന്തെങ്കിലും കഥകളൊക്കെ ഉണ്ടോ? ഇതിപ്പോ ജിൻസ് ഇപ്പൊ ഈ ഒരു കോട്ട് പറഞ്ഞപ്പോഴത്തേനും ഞാൻ ഓർത്തു, ജിൻസ് നാട്ടിൽ ചെന്ന് ഇവിടെയൊക്കെ ഇരിക്കുന്നതിനേക്കാളും നാട്ടിൽ ചെന്നിട്ട് ഒരു റൂം എടുത്തിട്ട് അവിടെ ഒരു ജ്യോത്സ്യനായിട്ട് ഇരുന്നിട്ട് ക്രിസ്ത്യാനി വരുവാണെങ്കിൽ ഇത് പറയുക, ഈ യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള ഇത് പറയുക, ഒരു ഹിന്ദുവാ വരുന്നെങ്കിൽ അവരുടെ എന്തെങ്കിലും ഓം ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുക, മുസ്ലിമാ വരുന്നെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത്രയും മാത്രം പറഞ്ഞാൽ മതി അവർ വിശ്വസിച്ചോളൂ. കാരണം അങ്ങനെ ആ ആൾക്കാര് ഒന്നും വേണ്ട, ഇവിടെ നിന്ന് ചെല്ലുന്ന ആൾക്കാരെ എന്തെങ്കിലും അവരുടെ വിശ്വാസം, എന്താണോ മതവിശ്വാസത്തിലുള്ളത് അതൊന്ന് രണ്ട് വാക്ക് പറഞ്ഞാൽ മാത്രം മതി അവർ വീഴും. ഇപ്പൊ നമ്മള് ഏതൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്താലും, നമ്മളെന്നല്ല ഏതൊരു യൂട്യൂബിലായാലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ കണ്ടു കഴിഞ്ഞാല് നാട്ടിലുള്ള ആൾക്കാരല്ല വിദേശത്തുള്ളവരാണ് അന്തം കമ്മി, സംഘി, പിന്നെന്താ കോൺഗ്രസ്സുകാരെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, എന്താണ് പേര്, കൊങ്ങി. അതാ, അന്തം കമ്മി, കൊങ്ങി, സംഘി, പിന്നെ സുഡാപ്പി. ഇത് നാട്ടിലേക്കാളേറെ വിദേശത്തുള്ള പ്രവാസികളാണെന്ന് പറയുന്ന പോലെ തന്നെ അവിടെയുള്ള അന്ധവിശ്വാസികളെക്കാൾ ഏറെ ഇവിടെയാണ് അന്ധവിശ്വാസികൾ എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെയുള്ള ആൾക്കാർ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദ്യമേ ചെല്ലുന്നത് ഇതൊക്കെ അറിയാനാ. ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പോകുന്നത് വേറെ ഒന്നും നോക്കാനല്ല, എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ഫ്യൂച്ചർ ഇതിനെ കുറിച്ചൊന്നും നോക്കാനല്ല. കാരണം അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നല്ല പിടിപാടുണ്ട്. കാരണം അവരുടെ ഫ്യൂച്ചറൊക്കെ അവർ സെറ്റിൽ ചെയ്ത് വെച്ചേക്കുവാണ്. അവർ പോകുന്നത് ഈ എൻ്റെ ജോലിയുടെ കാര്യങ്ങൾ അറിയാനും, ഈ ജോലി, ഞാൻ ഇരിക്കുന്ന ജോലി എനിക്ക് സേഫ് ആണോ, അടുത്ത ജോലിയിലേക്ക് ഞാൻ മാറിയാൽ കൊള്ളാവോ, അടുത്ത ജോലി ഞാൻ ചെയ്താൽ എന്താ, ഞാൻ മാറിയാൽ ആ ജോലി സേഫ് ആയിരിക്കുമോ, ഞാൻ ഇരിക്കുന്നത് സേഫ് സോൺ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. പിന്നെ ചിലർക്ക് ഈ വിസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് അറിയാനൊക്കെയാണ് പോകുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്ന, നമുക്ക് കോൺഫിഡന്റ് ഇല്ലാത്തൊരു കാര്യം മൂന്നാമതൊരാളോട് ചോദിച്ച് നമ്മൾ അറിയാൻ വേണ്ടി പോകുമ്പോഴത്തേനുവേ അവർക്ക് നമ്മളെക്കാളേറെ നമ്മളുടെ കാര്യങ്ങളിൽ അവർക്ക് കോൺഫിഡന്റ് ഉണ്ട്, അവർ നമുക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൃഢമായ ഒരു സംശയമാണ്, ഇത് എന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു സംശയമാണ്,
ഈ ഇവിടെ ഈ യുദ്ധങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ഇപ്പൊ ഉക്രൈനും റഷ്യയും യുദ്ധം നടക്കുന്നു, ഇറാനിൽ യുദ്ധം നടക്കുന്നു, അവിടെ യുദ്ധം നടക്കുന്നു, അഫ്ഗാനിൽ യുദ്ധം. ഇവരൊക്കെ ഈ ഇത്രയും പൈസ ചെലവാക്കി ഈ ഉള്ള ഈ മിസൈലും അതും ഇതൊക്കെ ഇടുന്നതിനേക്കാളും ഇവരുടെ അടുത്തൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ട്, ഹേ അവനിട്ടൊരു 2 ചെയ്യ്, നീ ഇവനിട്ട് 2 ഒന്ന് ചെയ്യ്, എന്നിട്ട് അവനെ നീ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഇവനെ നീ നശിപ്പിക്കുക, അവന്റെ ഫ്യൂച്ചർ എന്താവുമെന്നൊക്കെ ഇവരോടൊന്ന് ചോദിച്ചാൽ പോരെ? ഇത്രയും കോടികൾ ഡോളർ മുടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു 10,000-ഉം ഒരു 15,000 ഒക്കെ കൊടുത്താൽ പോരെ? രതീഷ്, അങ്ങനെ നമുക്ക് പറയാം. നമുക്ക് ഇവിടെ ഇപ്പം ഞാനിവിടെ ന്യൂയോർക്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന ആ ദൂരത്ത് തന്നെ ഒരു 4-5 ഈ പാം റീഡർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഇവിടുത്തെ ജ്യോത്സ്യന്മാർ, അത് നമ്മൾ ഇന്ത്യൻസ് തന്നെയാണ്. അത് നമ്മളിവിടെ പല റെസ്റ്റോറന്റുകളിലും ഇപ്പൊ ഒരു ദിവസം സംഗീതമാണെങ്കിൽ ഒരു ദിവസം ഇന്ത്യൻ റെസ്റ്റോറന്റുകളിൽ അതൊക്കെ ഉണ്ട്. അപ്പം ഇതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഇപ്പൊ പരീക്ഷ പറഞ്ഞ പോലെ നമ്മള് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് 5ാം ക്ലാസ് തൊട്ട് നമുക്ക് ഈ സംസ്കൃതം സ്പെഷ്യൽ ഇഷ്യൂ ആയിട്ട് എടുത്ത് പഠിക്കായിരുന്നു. അതെങ്ങനെ ഞാൻ ഈ സംസ്കൃതത്തിന്റെ അകത്ത് ചെന്ന് പെട്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അന്ന് നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പൊ ഹസ്തരേഖാശാസ്ത്രം, ജ്യോതിശാസ്ത്രം, കോടാംഗി ശാസ്ത്രം, സാമുദ്രിക ശാസ്ത്രം, പിന്നെ ഹോരാശാസ്ത്രം, അത് ആയുർവേദത്തെ കുറിച്ചുള്ള ബുക്കാണ്. ഇതൊക്കെ നമുക്ക് അന്ന് DC ബുക്സിലും പിന്നെ പൈക്കോയിലും ഒക്കെ കിട്ടുന്ന എല്ലാ ശാസ്ത്രങ്ങളും അന്ന് നമ്മൾ ഇതൊക്കെ മേടിച്ച് വായിച്ചു നോക്കുമായിരുന്നു. അപ്പൊ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആണ്. കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒക്കെ നമ്മൾ നന്നായിട്ട് വായിച്ചിട്ടുമുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ നാളും ജാതകമൊക്കെ നോക്കുന്ന ഇപ്പൊ ഞങ്ങള് പറയാണ് പ്രൊഫസർ രാമകൃഷ്ണപിള്ള എന്ന് പറഞ്ഞിട്ട് പാലാ കോളേജിലെ ഒരു പ്രൊഫസറായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. അങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ അന്ന് കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ അമേരിക്കയിലും ഉണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സുഹൃത്ത് ഇവിടെ ഇപ്പം ഇവിടെ പിന്നെ സംഘടനയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ, അതായത് നല്ല നല്ല പോസ്റ്റില് നാട്ടില് ഇരുന്ന ഒരാള് ഒരു 2 വർഷം മുമ്പ് എന്നോട് പറഞ്ഞു, നമ്മൾ തൃശ്ശൂർ ഒരു നല്ല ജ്യോത്സ്യനുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയി കാണാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇവിടെ ഞങ്ങള് തൃശ്ശൂർ പോവാണ്. അപ്പൊ തൃശ്ശൂർ ചെന്ന് കഴിഞ്ഞപ്പോ ഭയങ്കര ക്യൂ, ഭയങ്കര തിരക്ക്. പിന്നെ നമ്മൾ അമേരിക്കയിൽ നിന്ന് വന്നതായതുകൊണ്ട് ഞങ്ങൾ, അപ്പൊ പുള്ളി അവിടെ ചെന്നതാണ്. അപ്പൊ പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ പുള്ളി കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. പക്ഷെ വീടിന്റെ ഫ്രണ്ടിൽ വളരെ ഹൈ എൻഡ് കാറുകളൊക്കെയാണ് കിടക്കുന്നത്. വളരെ അമേരിക്കക്കാർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യോത്സ്യനാണ്. അപ്പൊ ഈ പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ പുള്ളി പറഞ്ഞു വന്നപ്പോൾ നമ്മളോട് കുറെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളി അതിനും 2 മാസം മുമ്പ് അവിടെ പോയി, പുള്ളി സ്ഥിരമായിട്ട് അവിടെ പോകുന്നതാണ്, അവിടെ പോയി ഈ കോഴിയുടെ തല വെട്ടിയിട്ട് അത് കൊണ്ടുപോയിട്ട് കടലിൽ അതായത് തിരിഞ്ഞു നോക്കാതെ പുള്ളി എന്നിട്ട് വണ്ടിക്ക് പുള്ളി എന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് കടലിൽ പോയി കോഴിത്തല അവിടെ എറിഞ്ഞിട്ട് പോകുന്ന കാര്യമൊക്കെ തിരിച്ചു പോകുന്ന സമയത്തേക്ക് അത് നമ്മളോട് പറഞ്ഞു. അതുപോലെ നമുക്ക് അത് അങ്ങനെ പോകുന്നു. പക്ഷെ ഇത് ഒരാളൊന്നുമല്ല, അമേരിക്കയിൽ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല. പ്രവാസികൾക്ക് ഒത്തിരി വിശ്വാസമുണ്ട്, ഒത്തിരി ആൾക്കാർ അതിൻ്റെ അകത്ത് പോകുന്നുണ്ട്. ഇപ്പൊ ഞാനതിനെ ഇപ്പൊ പറയും, ഈ ഹസ്തരേഖയിലും ഇപ്പം ബാക്കി ജ്യോത്സ്യത്തിലുമൊക്കെ ഈ നമ്മളെല്ലാത്തിനെയും ആക്ഷേപിക്കുന്നതല്ല. ഇപ്പം ഇപ്പം ആസ്മയുള്ള ആൾക്കാർക്ക് അറിയാം, വാവും പക്കത്തിലും ഒക്കെ അവർക്ക് ആസ്മ കൂടുകയും അപ്പൊ ഈ നവഗ്രഹങ്ങളൊക്കെ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെ പ്രോബിലിറ്റി തിയറിയാന്നൊക്കെ പറഞ്ഞാൽ ചില കാര്യങ്ങളില് ഇപ്പം ഈ നവഗ്രഹങ്ങൾ ഉണ്ടെന്നോ അത് ഇല്ലെന്നോ ഒക്കെ പണ്ടത്തെ കാലത്ത് വാന നിരീക്ഷണത്തോടെ കുറെ ആൾക്കാർ ഇതൊക്കെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ അനുഭവങ്ങളുണ്ട്. അപ്പം ഈ നമ്മള് ഇവിടെ ഇപ്പോഴും, അതുകൊണ്ട് ഞാൻ പറയാം, അമേരിക്കയിൽ നമ്മളിപ്പോ ഞാനിപ്പോ ന്യൂയോർക്കില് ഇന്ന് തന്നെ ഞാൻ ഈ 2-3 കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത് ഇത് ആൾക്കാർ ഇപ്പോഴും ഇവിടെയൊക്കെ ഇവർക്ക് ബിസിനസ് ഇല്ലെങ്കിൽ എന്നാണേലും ഈ ഇത് തുറന്നു വെക്കാൻ പറ്റില്ല. അത് തന്നെ വലിയ. പിന്നെ അതിൻ്റെ അകത്ത് ഇവിടെ വരുന്ന പത്രങ്ങൾ, ഇപ്പൊ നമുക്ക് പത്രങ്ങളിലൊക്കെ പരസ്യം വരുമായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ പത്രത്തില് ഇങ്ങനെയുള്ള പരസ്യങ്ങള് കൊടുക്കുകയില്ല. അതായത് ഈ ജ്യോത്സ്യവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് ഇതിൽ വിശ്വസിക്കേണ്ട പരസ്യം വളരെ ഒരു ഇൻകം സോഴ്സ് ആണ്. പക്ഷെ ഞങ്ങളുടെ പത്രത്തില് സൗത്ത് ഏഷ്യൻ ടൈംസിൽ ഈ പരസ്യം കൊടുക്കാറില്ല. അപ്പൊ ഈ പരസ്യം കൊടുക്കാറില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഇവിടെയുണ്ട്. ഇവർക്ക് ഇവിടെ ആൾക്കാർ നല്ല, അറ്റ്ലാന്റയില് ഒരു വളരെ ഫേമസ് ആയിട്ടൊരു ആളുണ്ടായിരുന്നു. അദ്ദേഹം മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ സ്യൂ ഒക്കെ വന്നിട്ട് ആ പ്രസ്ഥാനം അങ്ങ് പൂട്ടിപ്പോയെന്ന് തോന്നുന്നു. വലിയ പ്രസ്ഥാനമായിരുന്നു. കാരണം അമേരിക്കയിൽ നമ്മൾ ഇതിനെ ആ രീതിയിൽ വളരെ ചെറുതായിട്ട് കാണണ്ട. കാരണം ഇവിടെ എന്ത് പ്രസ്ഥാനം, ലോകത്തുള്ള എല്ലാ ശാസ്ത്രങ്ങളും വിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക. ഭൂമി ഇന്നും പരന്നതാന്ന് വിശ്വസിക്കുന്ന 10-40 ആൾക്കാർ അമേരിക്കയിൽ ജീവിക്കുന്നുണ്ട്. കാരണം അമേരിക്ക ഇതിന്റെ ഒരു വലിയ ഹബ്ബാണ്. രജനീഷിന് ഇവിടെ വന്നിട്ട് ആശ്രമം തുടങ്ങാനും 1,00,000 ഏക്കറോളം മേടിച്ച് ചെയ്യാനും ഈ അമേരിക്കയിലേ നടന്നുള്ളൂ, ഇന്ത്യയിൽ നടന്നില്ലല്ലോ. അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ടാണ് പുള്ളി ബോംബെയിൽ ആശ്രമം സ്ഥാപിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു.
അല്ല, ഇവിടെ ഇപ്പൊ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. നമ്മളിപ്പോ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേനും നാട്ടിലുള്ള ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ചെറിയ നമ്മൾ കാണുന്നത് വളരെ ചെറിയ ചെറിയ ടെമ്പിളുകളൊക്കെയാണ് നമ്മൾ നാട്ടിൽ കാണുന്നത്. ഇവിടുത്തെ ഉള്ള ടെമ്പിളുകൾ, ഈ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ ടെമ്പിളുകളൊക്കെയാ. അതായത് ഒരു ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു വിസ്തൃതി എന്ന് പറയുന്നത്, ആ ഒരു ക്ഷേത്രത്തിന്റെ സൈസ് എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു സ്ഥല പരിമിതികൾ എന്ന് സ്ഥലത്തിന്റെ ഒരു വ്യാസം എന്ന് പറയുന്നത് എന്തുമാത്രം പാർക്കിങ്ങിന് തന്നെ എന്തോരം സ്ഥലമാണ് ഓരോ ക്ഷേത്രത്തിനും. എന്നിട്ട് അവരുടെ ഒരു എന്തോരം ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത് ഈ എന്നാ അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നതോ ഒന്നുമില്ല, വെറും ആകപ്പാടെ ഒരു കൃഷ്ണനും ഒരു രാധയും. നമ്മളിപ്പോ ഇതായിട്ട് പറയുന്നല്ലോ കേട്ടോ. ഇതൊക്കെ എങ്ങനെയാ അത് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇത് സാധ്യമേ അല്ല, പക്ഷെ ഇവിടെ അത് സാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പൊ ജിൻസ് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. കാനഡയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് US-ലാണ് ഉള്ളത്. പക്ഷെ കനേഡിയൻസ് ആണ് കൂടുതലും ഈ ടെമ്പിളിലേക്ക് വരുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഒരു 2-3 വർഷത്തിന് മുന്നേ നടന്ന ഒരു സംഭവമാണ്. ഒരു അമ്മയും മകളും ഈ ടെമ്പിളിലെ സ്ഥിരം ഭക്തരാണ്. ഈ ടെമ്പിളിലേക്ക് പോവുകയും ടെമ്പിളിൽ സ്ഥിരമായിട്ടുള്ള ഉത്സവങ്ങൾക്ക് പങ്കെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഈ പൂജ ചെയ്യുന്ന ആളല്ല, പൂജ ചെയ്യുന്ന ആളുടെ ശിങ്കിടി. ഈ ശിങ്കിടി ഈ അമ്മയോടും മകളോടും സംസാരിച്ച് ഇതുപോലെ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞ് ഇവരുമായിട്ട് അടുപ്പം കൂടുകയും ഓരോ ദിവസം ഇങ്ങനെ ഓരോ പ്രാവശ്യം പോയി അത് 6 മാസത്തിലൊരിക്കൽ എന്നുള്ളത് 3 മാസത്തിലൊരിക്കലായി, പിന്നെ 2 മാസമായി, 1 മാസമായി, പിന്നെ തുടരെ പോയി. കാരണം അവർക്ക് കാനഡയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഒരു നാൾ നമ്മൾ കേൾക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ സ്വത്തുക്കൾ ഇങ്ങനെ എഴുതി മേടിക്കുന്ന തരത്തിലേക്ക് ഈ ശിങ്കിടി ആയി എന്നുള്ളതാണ്. കാരണം ഇവര് ആദ്യം കുറെ പൈസ കൊടുത്തു, പിന്നെ കുറെ ഇവരുടെ ഗോൾഡുകൾ കൊടുത്തു, പിന്നെ ഇവരുടെ ഈ വീടും സ്ഥലവും ഒക്കെ ഇങ്ങനെ ഈ ശിങ്കിടി എഴുതി മേടിച്ചു. ഇപ്പൊ ഈ ശിങ്കിടി പോലീസ് കസ്റ്റഡിയില്ല. കാരണം കേസായി, പ്രശ്നമായി, പോലീസ് കസ്റ്റഡിയിലായി. ഒത്തിരി പ്രശ്നങ്ങൾ. ഇത് ഒരു ടെമ്പിളിൽ മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് ഇതിങ്ങനെ നടക്കുന്നുണ്ട്. അതായത് അമിതമായിട്ടുള്ള ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോയി അതിൽ അകപ്പെട്ടു പോകുന്നതാണ്. ഇതിന്റെ കൂടെ ചേർത്ത് പറയാവുന്ന ഒരു കാര്യമാണ്, 2007 നടന്നൊരു സംഭവമാണ്. ഞങ്ങൾ നാട്ടില്, എൻ്റെ ഹസ്ബൻഡൊക്കെ ആയിട്ട് ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത്, പുള്ളി ആദ്യമായിട്ട് നാട്ടിലേക്ക് വരുവാണ്. നാട്ടിൽ വന്ന സമയത്ത് പുള്ളി ആകപ്പാടെ ഈ നാടൊക്കെ കണ്ട് അങ്ങനെ ഞെട്ടിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു സുഹൃത്ത് നമ്മളോട് വന്നിട്ട് പറഞ്ഞു, ആകാശത്ത് ആയിട്ട് സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഒന്ന് പേടിക്കേണ്ടതാണ്, ഏത് സമയവും അപകടം സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരാളെ കൊണ്ടുപോയി കാണിക്കാം, ഒരു പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യണം, ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന ഒരു തരത്തിലുള്ള ഒരു ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഈ പൂജ ഒന്ന് ചെയ്യണം. പൂജ ചെയ്ത്, വളരെ ചെറിയ പൂജയാണ്, പൂജയൊക്കെ ചെയ്ത് എന്താ ഇതൊക്കെ ചെയ്യണം. നമ്മളാണെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് ഇങ്ങനെ ഈ പള്ളിയും ഇതുമൊക്കെ ആയിട്ട് നമ്മൾ അത്ര അടുത്ത് ഇത് ഇടപഴകുന്ന ആൾക്കാരാണ്. പക്ഷെ ഇത് നമ്മളുടെ സുഹൃത്തായതുകൊണ്ട് നമ്മളൊന്നും മിണ്ടിയില്ല. അപ്പൊ തന്നെ നമുക്ക് എന്തോ ഫിഷി എന്ന് പറയുന്ന പോലെ നമുക്ക് എന്തോ മണത്തു. നമ്മൾ പറഞ്ഞു, ഇല്ല, നമ്മൾ അതിനോടൊന്നും നമുക്ക് താല്പര്യം ഇല്ല, ആകെ വളരെ കുറച്ച് പൈസ ആവത്തുള്ളൂ, നിങ്ങൾ ഇത്ര പൈസ തന്നാൽ മതി, വളരെ അതിന്റെ ഒരു 1/4 ഭാഗം തന്നാൽ മതി, ബാക്കി നമ്മൾ ഇട്ടോളാം. അപ്പൊ നമ്മൾ ചോദിക്കുക, എടാ ഞങ്ങൾക്ക് ചെയ്യുന്നതിന് നിങ്ങൾ എന്തിനാ പൈസ ഇടുന്നേ, നമുക്കല്ലേ ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാ കാശ് ഇടുന്നേ എന്നുള്ള ചോദ്യമായി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി. കാരണം നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നാമ്പറ കഥയെന്ന് പറയുന്നത്, നമ്മളുടെ കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും അവര് ഈ തത്ത പറയുന്ന പോലെ നമ്മുടെ കാര്യങ്ങൾ പറയുക, അപ്പൊ നമ്മൾ വിശ്വസിക്കുക, നമ്മൾ ആ ട്രാപ്പിലേക്ക് അങ്ങ് വീഴുക. ഇതാ സ്ഥിരമായിട്ട് നടക്കുന്നത്. ഇതില് നമുക്ക് കുറച്ചെങ്കിലും വെളിവുണ്ടെങ്കിൽ നമ്മൾ അതിൽ വീഴാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇത് വിശ്വാസം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ISRO തേങ്ങ ഉടച്ചിട്ടും നാരങ്ങ ഒക്കെ വെച്ചിട്ടൊക്കെയാണ് അവിടുന്ന് റോക്കറ്റ് വിടുന്നതിന് മുമ്പൊക്കെ വരുന്നുണ്ട്. അതിപ്പോ നമ്മുടെ ഇന്ത്യൻ സയന്റിസ്റ്റുമാർ വന്നിട്ട് നാസയിലും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് ചില ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. ഇപ്പൊ ജോസ്ബേറിന് ഇതിന് ഇങ്ങനെയുള്ള വല്ല അനുഭവങ്ങളും ഉണ്ടോ? ഈ നമ്മുടെ ഈ ജ്യോത്സ്യനെ കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ കാണാൻ പോയിട്ടുണ്ടോ ശരിക്കും ജോസ്ബേറിന് എവിടെയെങ്കിലും? ഞാൻ ജ്യോത്സ്യനൊക്കെ കാണാൻ പോയിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യമായി, നമ്മൾ ഇപ്പൊ ഈ സംസാരിക്കുന്ന 3 പേരും ക്രിസ്ത്യാനികളാണ്. നമ്മളൊക്കെ ബൈബിള് വായിച്ചിട്ടുള്ള. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് നക്ഷത്രത്താലാണ് രാജാക്കന്മാർ അറിയുന്നത്. അങ്ങനെയാണ് രാജാക്കന്മാർ അവിടത്തേക്ക് യാത്ര ചെയ്യുന്നത് തന്നെ. നമ്മുടെ
വൈദിക, ഞാനൊരു മധ്യരാങ്കൂർ ജനിച്ച വ്യക്തിയാണ്. എൻ്റെ 4 തലമുറയ്ക്കുള്ള വല്യമ്മച്ചിയുടെ മുന്നിൽ കൂടാണ് ഞാൻ വളർന്നത്. അമ്മച്ചി 94 വയസ്സാകുമ്പോഴാണ് മരിക്കുന്നത്. എന്നാൽ അമ്മച്ചിയുടെ, എൻ്റെ ചെറുപ്പകാലത്ത് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അന്ധവിശ്വാസങ്ങൾ എന്ന് നമ്മളിപ്പോൾ പറയാം. എൻ്റെ അടുത്ത് അന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങി, നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ പൂച്ച കുറുക്കെ ചാടി കഴിഞ്ഞാൽ വീട്ടിൽ കയറടാന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ശകുനം കണ്ടില്ലെങ്കിൽ വീട്ടിൽ കയറടാന്ന്. നമ്മൾ ശകുനത്തിൻ്റെ കാര്യത്തിലൊക്കെ പൊതുവെ കേരളീയരും മലയാളികളൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തില്ല. ഞാൻ എതിർത്തൊന്നും പറയുന്നില്ല. അതിനകത്ത് അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ അതൊന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. പക്ഷെങ്കിൽ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഈ ബൈബിളിൻ്റെ യേശുവിൻ്റെ ജനനം തന്നെ അതൊരു പ്രധാനമായിട്ട് ഞാൻ എടുത്തു പറയും. ഇന്നത്തെ വൈദികന്മാരും വൈദിക ശ്രേഷ്ഠന്മാരും അത് അംഗീകരിക്കണമെന്നില്ല, അംഗീകരിക്കുന്നവരും ഉണ്ട്. ഈ നമ്മുടെ കത്തോലിക്ക സഭയിൽ തന്നെ എത്രയോ വൈദികർ ഇതിനെക്കുറിച്ച് പറയുന്നതും പിശാചിനെ പുറത്താക്കുന്നതായിട്ടുള്ള അത് മനോരാജ്യത്തിന് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു കാലത്ത് നമ്മുടെ പാലായില് ഉണ്ടായിരുന്ന അച്ഛനെ സഭയിൽ നിന്ന് പുറത്താക്കിയായിരുന്നു. ചെറുത്താൻ പിടിക്കുക എന്ന് പറയും. നമ്മൾ ബേസിക്കലി സൈക്കോളജിയാണ്. ഈ പറഞ്ഞ പോലെ അത് വളരെ ഫേമസ് ആയിരുന്നു അന്നൊക്കെ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ആ ഒരു മനരാജ്യത്തിന്റെ അകത്തും അതിനകത്തൊരു പ്രധാനപ്പെട്ട കോളം അത് തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു. ഒരു 2 പേജ് 3 പേജ് സ്ഥിരമായിട്ടുണ്ടായിരുന്നത്. അന്നേരം ജ്യോതിശാസ്ത്രം എന്നുള്ളത് സത്യമാണ്. പക്ഷെങ്കിൽ ഇന്നത്തെ ആൾക്കാരത് ഉപയോഗിക്കുന്നത് ശരിയായിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിനകത്ത് ഞാൻ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല പേഴ്സണലായിട്ട്, പക്ഷെ അദ്ദേഹത്തിന് പല സംഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. ഹരി എന്ന് പറയുന്ന പത്തനാപുരത്തുകാരൻ. അദ്ദേഹം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കൂടെ പറയാറുണ്ട്. എങ്കിലും ഈ പ്രപഞ്ചത്തിന് അതീതമായിട്ട് ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ശരിയായിട്ട് ഗണിച്ചു പറയാവുന്നവർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണെന്നുള്ളത് സത്യമായിട്ട് തെളിയിക്കുന്ന ചില സംഭവങ്ങളും ഉണ്ട്. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സിനിമാ നടനും സംവിധായകനും ഒക്കെ ആയിരുന്ന ശ്രീനിവാസൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതകഥയെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. മെലിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത്, കറുത്ത് മെലിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ നിർബന്ധത്താൽ ഒരു കൈനോട്ടക്കാരന് മുന്നിൽ കൈ നീട്ടിയതിന് ശേഷം ആ കൈ നോക്കിക്കൊണ്ട് ആ ജ്യോത്സ്യൻ പറഞ്ഞത്, രാജാവിൻ്റെ ഇന്ന് പട്ടുംവളയും വാങ്ങിക്കും, ഇന്ന സാധനങ്ങൾ ഉയരത്തിലേക്ക് എത്തും. അന്ന് ഒരിക്കലും ശ്രീനിവാസൻ പോലും ചിന്തിച്ചില്ല അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അത് അദ്ദേഹം ഓർത്തെടുത്തത് തന്നെ ശ്യാമളയ്ക്ക് ശേഷം അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം ആ സ്ഥലത്തൂടെ പോകുമ്പോഴാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത് തന്നെ. എന്നാൽ ഇതിനകത്തെക്കുറിച്ച് കഴിയുന്നവരുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നടക്കുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ അത് കണക്ക് കൂട്ടി പറയണം. പക്ഷെ ഇപ്പം നടക്കുന്നത് അതനുസരിച്ചല്ല. സാറിന് തന്നെ അറിയാം, ഇപ്പം പറഞ്ഞ മാതിരി ആ മഴുത്തിന് 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ ഞാനും കാനഡയിലാണേലും മറ്റുള്ള സ്ഥലത്താണേലും എവിടെ പോകുമ്പോഴും കാണുന്നുണ്ട്. നമ്മളൊരു വണ്ടി ഇട്ടേച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വണ്ടയ്ക്ക് ഒരു കാർഡ് കൊണ്ട് വെച്ചേക്കും, നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം പറയാൻ വേണ്ടി. പക്ഷേ ഇതിനതീതമായിട്ട് ഞാനിപ്പോൾ പറയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഭൃഹു സംഹിത എന്ന് പറയുന്ന പഞ്ചാബ് ആണ് ഭൃഹു എന്ന് പറയുന്നത്. ഒന്ന് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിൽ പിന്നെ ഈ ഓലയിൽ എഴുതി വച്ചേക്കുന്ന അത് വർഷങ്ങൾക്ക് മുമ്പ്, നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട് നമ്മുടെ ഓരോ ചരിത്രങ്ങൾ. അത് നമ്മുടേത് കൃത്യമായ മലയാള ഭാഷയിലോ കൃത്യമായ സംസ്കൃതത്തിലോ ആയിരിക്കണമെന്നില്ല, അത് കണക്ട് ചെയ്തായിരിക്കും പോകുന്നത്. അതിനെക്കുറിച്ച് വിവരിക്കാൻ കഴിവുള്ളവർക്ക് അതിനെ വിവരിച്ച് തരാനും പറ്റത്തുള്ളൂ. അങ്ങനെ കേട്ടിട്ടുള്ള വ്യക്തികളുണ്ടല്ലോ. അല്ല, ജോസ്പേട്ടൻ പറഞ്ഞത് നാഡീശാസ്ത്രത്തെ കുറിച്ചാണ്. ഇപ്പൊ ജോസ്പേട്ടന്റെ ഈ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പം ജോസ്പേട്ടൻ ഒരു അന്ധവിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നമുക്ക് മനസ്സിലായി. സന്ദർഭം സിനിമയ്ക്കകത്ത് എന്തിനാണ് ദാസ ഇത് നമ്മൾ പറയുന്ന ആൾക്കാർ കാരണം ഈ മുണ്ടിട്ട് അമ്പലത്തിൽ പോവാന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോ നമ്മൾ പറഞ്ഞതിന്റെ കാര്യം തന്നെ ഇതാണ്. ഈ അമേരിക്കയില് ഇത് ഇങ്ങനെയുള്ള ഈ ഫ്ലയർ വെക്കുന്നതുണ്ട്, ഇവിടെ ഷോപ്പുകളുണ്ട്, നമ്മൾ ഹസ്തരേഖ നോക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇത് കാര്യം പറഞ്ഞാൽ ഞാൻ ഈ ജോസ്പേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം നമ്മൾ ഇപ്പം സാമുദ്രിക ശാസ്ത്രം എന്ന് പറഞ്ഞ ഒരു ശാഖയെ കുറിച്ച് കേട്ടു. ഇതൊന്നും ഇപ്പൊ ഉണ്ടോ എന്ന് അറിയത്തില്ല, എനിക്കറിയത്തില്ല. ഒരു 30 വർഷം മുമ്പ് ഞാനൊക്കെ ഈ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്നത്തെ തന്നെ ഈ പഴകി തേഞ്ഞ ഈ ന്യൂസ് പ്രിന്റ് ഇതിലാണ് ആ പുസ്തകമൊക്കെ അടിക്കുന്നത്. അതായത് മനുഷ്യന്റെ ശരീരഘടനയെ കുറിച്ച് വിവരിക്കുന്നതാണ് മനുഷ്യന്റെ സാമുദ്രിക. അത് നോക്കി ലക്ഷണം കണ്ടുപിടിക്കുന്നത്. ഇതെല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല. പിന്നെ
ഈ കൊടാങ്കി ശാസ്ത്രം, പിന്നെ ഹസ്തരേഖാ ശാസ്ത്രത്തെക്കുറിച്ചും ഈ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും എനിക്ക് ചെറിയ, നമ്മൾ പറയാ, നമുക്കൊരു ചെറിയ വിശ്വാസമുണ്ട്. കാരണം ദർ ഇസ് എ പവർ ബിയോണ്ട് അവർ കൺട്രോൾ എന്ന് നമ്മൾ പറയല്ലേ. നമ്മളൊക്കെ എത്ര വിശ്വാസിയായി കഴിഞ്ഞാലും അത് പറയാം. ഞാനിപ്പോ ഈ നാഡീശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു വരാം. അതിനു മുമ്പ് ഇപ്പൊ പറയുകയാണ്, നമ്മൾ ഈ പാംസ്ട്രി അല്ലെങ്കിൽ ഈ ജ്യോതിശാസ്ത്രം, ഈ രണ്ട് കാര്യത്തില് യേശുവിന്റെ ജനനവുമായിട്ട് വഴി കാണിച്ച കാര്യങ്ങളും പിന്നെ ബൈബിളിൽ കുറെ കാര്യങ്ങളൊക്കെ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇത് നമ്മുടെ യുണീക്ക് ഐഡിയ ആണ്, നമ്മുടെ ഈ തമ്പ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ പറയാ, ഈ 34 ടൈപ്പ് ബൈബിളുണ്ട്. പല ബൈബിളിലും പല ഭാഷയിലാണ് അത് മെൻഷൻ ചെയ്തേക്കണേ, ഇത് അതിന്റെ അർത്ഥം മെൻഷൻ ചെയ്തേക്കണേ. ഇപ്പൊ ഞാൻ ഈ വളരെ കാലമായിട്ട് ഈ നമ്മുടെ ഈ നാഡീശാസ്ത്രം, അതായത് നമ്മുടെ ചരിത്രവും നമ്മൾ 3 തലമുറ വരെ ഇതൊക്കെ പറയുമെന്ന് അത് കേട്ടിട്ടുണ്ട്. അത് തമിഴ്നാട്ടിലെ വൈത്തീശ്വരൻ കോവിൽ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷമാണ്, അതിന് മുമ്പിലത്തെ വർഷമാണ്, ഞങ്ങൾ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മുടെ 1-2 സുഹൃത്തുക്കളുമായിട്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങളുടെ ആദ്യത്തെ വിസിറ്റ് എന്ന് പറയുന്നത് ഞങ്ങള് വേളാങ്കണ്ണി പള്ളിയിൽ പോയി, അവിടെ പോയി പ്രാർത്ഥിച്ചു, അവിടെ പോയി കുർബാനയൊക്കെ ചെല്ലിച്ചു. അത് കഴിഞ്ഞിട്ട് നാഗൂർ പള്ളി അറിയാമല്ലോ, മുസ്ലിംസിന്റെ നാഗൂർ പള്ളി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഈ പോണ്ടിച്ചേരി വഴി വൈത്തീശ്വരൻ കോവിൽ, അവിടെയാണ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ പോകാനായിട്ട് താല്പര്യം പറഞ്ഞപ്പോ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സുഹൃത്തുക്കളും അവിടെയുള്ള എല്ലാ ബിസിനസ്സുകാരും ഇവിടെ പോയിട്ട് നാഡീശാസ്ത്രം, അത് അവിടെ ഏറ്റവും സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി ഒരു ഹോട്ടലിൽ താമസിച്ചിട്ട് നമ്മൾ തപ്പിപ്പിടിച്ച ഒരു സ്ഥലത്ത് ചെല്ലുവാണ്. അപ്പം അവിടുത്തെ ഒരു വലിയ അവിടെ, അതായത് ഈ നമുക്ക് നോക്കുന്നതിൽ 2500 ഉണ്ട്, 3000 ഉണ്ട്, 4000 ഉണ്ട്, പൈസ അനുസരിച്ചുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വലിയ ബോർഡൊക്കെ കണ്ട ഒരു സ്ഥലത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ തൊടുപുഴ മോറ്റ പ്രദേശത്തുള്ള വലിയ വലിയ ആൾക്കാരുടെ പേര് അവിടുത്തെ ആള് നമ്മളോട് പറഞ്ഞു തരുവാ. അവരൊക്കെ അവിടെ ചെന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ നാഡീശാസ്ത്രത്തില് അത്ര അവര് വായിക്കുന്ന, അവരിത് എടുത്തിട്ട് വായിച്ച് നമ്മൾ ഓരോന്ന് നമ്മളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി ഒരു സൈക്കോളജിയാണ്. അതിലെനിക്ക് അത്ര വിശ്വാസം പോരാ. പക്ഷെ നമ്മളൊരു അനുഭവമാണ്. പക്ഷെ ആ പോയ സ്ഥലത്ത് ഈ തമിഴ്നാടിന്റെ ഈ വൈത്തീശ്വരൻ കോവിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇത് മാത്രമേ ഉള്ളൂ, നാഡീശാസ്ത്രത്തെ കുറിച്ചുള്ളൂ. പക്ഷെ അവരുടെ കയ്യിൽ കുറെ താലി ഓലകളുണ്ട്. അതൊക്കെ പണ്ടത്തെ പുരാതന കാലത്ത് എഴുതപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരെയും കുറിച്ച് നമ്മളിൽ നിന്ന് ചോദിക്കുന്ന ഇൻഫർമേഷൻ അവരിങ്ങനെ പറഞ്ഞ് കറക്റ്റ് ചെയ്ത് അവരതിനെ കുറിച്ച് കുറച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്കത്ര വിശ്വാസം തോന്നിയിട്ടില്ല. അമേരിക്കയിൽ നിന്നല്ല പ്രവാസികളായിട്ട് പോകുന്ന ആൾക്കാരെല്ലാം ഇത് മനുഷ്യന്റെ ഒരു എന്നാ പറയണേ, നമുക്ക് ഒരു താല്പര്യം ഉണ്ടല്ലോ, നമ്മുടെ ഭൂതകാലത്തെ കുറിച്ച് അറിയാനായിട്ടുള്ള ഒരു താല്പര്യം. അപ്പൊ ഇതിനകത്ത് ജോസ്പേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം ഈ ജാതകം നോക്കുമ്പോൾ ഇപ്പൊ നാള് പ്രകാരം ഒരു പൊരുത്തം, അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ പ്രൊഫസർ രാമകൃഷ്ണപിള്ള സാർ എന്ന് പറഞ്ഞത് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചറിന്റെ അച്ഛനായിരുന്നു. അദ്ദേഹം വണ്ടി ഇടിച്ച് മരിക്കുകയായത് 78ാമത്തെ വയസ്സിലാണ് കണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ അകത്ത് പക്ഷെ ഈ നമ്മൾ ഓരോ നാളുകൾ അനുസരിച്ച് ആ നാളിന്റെ ലക്ഷങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ പല ടൈപ്പ് ആൾക്കാർ, ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു നാൾ പറയും. ഈ പിച്ചക്കാരിലും സെയിം, ഇപ്പൊ ഒരു പൂരം പറഞ്ഞ പുരുഷൻ എന്ന് പറയും, മകം പറഞ്ഞ മങ്ക എന്നൊക്കെ പറയുന്ന പോലെ ഈ പിച്ചക്കാരിലും ഈ പൂരം നാളുള്ളവരുണ്ട്. രാജീവ് ഗാന്ധിയുടെ നാള് പൂരമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പൊ പക്ഷെ ആ പിച്ചക്കാരൻ ഈ ഒരു പൂരം നാളുകാരന്റെ സാഹചര്യത്തിലായിരിക്കും ജീവിക്കണേന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ഈ ഹസരയെ കുറിച്ചും ഈ പറയുന്ന പോലെ പല അനുഭവങ്ങളും പലരും പറയാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കുറെ യുണീക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇത് അമേരിക്കക്കാരെന്നാണേലും ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നില്ല. അമേരിക്കയില് പക്ഷെ ഇവിടുത്തെ ഈ പരസ്യങ്ങളുടെ താഴെ ഇത് നിങ്ങളുടെ മാത്രം വിശ്വാസമാണ്, നിങ്ങൾ മാത്രം നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലാണ്. അതായത് അവര് നമ്മളെ മിസ്ലീഡ് ചെയ്തില്ല എന്നൊരു ഡിസ്ക്ലോഷർ ഫോമും കൂടെ സൈൻ ചെയ്ത് മേടിച്ചിട്ടേ അവരിവിടെ നോക്കുള്ളൂ. ഇവിടെ നമ്മൾ പശുവിനെ കൊണ്ട് എടുപ്പിക്കുന്ന സംവിധാനമുണ്ട്. അമേരിക്കയിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പരിപാടികളും അമേരിക്കയിൽ ഇവിടെ ഉണ്ട്. ഇപ്പൊ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കും. അത് ഇവിടെ അതിനൊരു കാര്യമുണ്ട്, ആ ഡിസ്ക്ലെയിമറിനൊരു കാര്യമുണ്ട്. ഇവിടെ 1-2 സംസ്ഥാനങ്ങൾ, 1-2 നോർത്ത് കരോലൈന, പെൻസിൽവേനിയ, ഒക്ലാഹോമ, പിന്നെ ഒരു 1-2 സംസ്ഥാനങ്ങളിൽ, 1-2 സ്റ്റേറ്റുകളിൽ ലീഗലി ഇത് ബാൻഡ് ആണ്. ഇത് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്, ഇത് ലീഗലി ബാൻഡ് ആണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാലും ഇത് ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഫെലനിയാണ്, അതായത് ഫെഡറൽ ഫെലനിയാണിത്. ഇത് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ലീഗലി ഇത് ബാൻഡ് ആണ്. സോ ഇത് ഇപ്പോഴത്തേക്ക് ഇത്രയും സ്റ്റേറ്റുകളിലേ ഉള്ളൂ. ഇത് നമ്മളിത് കണ്ട് ഇത് എഗെയിൻസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ട് നമ്മളിത് പോലീസിൽ കേസ് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കേസ് എടുക്കാം. പോലീസിന് ഇത് കേസ് എടുക്കാം. ഇവിടെയും ഇത് ലീഗലി ബാൻഡ് അല്ലാത്ത സ്ഥലങ്ങളിലെ സ്റ്റേറ്റുകളിലും ഇത് കേസ് എടുക്കാം. കാരണം ഇത് നമ്മുടെ ഗവൺമെന്റ് ഇതിനെ പിന്നെ എന്താ പറയാ എൻകറേജ് ചെയ്യുന്നില്ല ഇതിവിടെ. പക്ഷേ
നമ്മുടെ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞു ജെൻസ് ഇന്ത്യക്കാരെക്കാൾ ഏറെ ഇത് വിശ്വസിക്കുന്നതും ഇത് ചെയ്യുന്നതും മറ്റ് രാജ്യക്കാരുണ്ട്, മറ്റ് ഇമിഗ്രൻസ് ഉണ്ട്. അതായത് സ്പാനിഷുകാർ ഒത്തിരി പേരുണ്ട്, പിന്നെ ഗയാനീസ് ഇതിന്റെ ഉസ്താദുമാരാണ് ഗയാനീസ്. എന്റെ നെയ്ബർ ഒരു ഗാനിയുണ്ട്. അപ്പൊ ആ പുള്ളിയുടെ വീട്ടില് നമ്മൾ ഈ പറഞ്ഞ അത് വീടിന്റെ ഫ്രണ്ടിലെ ഈ ഇലയൊക്കെ തൂക്കിയിട്ടിട്ട് നമ്മുടെ നാട്ടിലെ പോലെ അവര് എല്ലാ സംഭവങ്ങളും നാരങ്ങ ഇല ഇങ്ങനെ മാവേല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവര് ഈ ഹിന്ദു ട്രഡീഷനെ അവര് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അത് ഒരു സൈഡിൽ അത് നമുക്ക് അവരുടെ വിശ്വാസത്തെ അതിലൊരു നമുക്കൊരു തടസ്സവുമില്ല, അവരത് വിശ്വാസം. പക്ഷെ ഈ അന്ധവിശ്വാസം, അതായത് ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഈ ജ്യോതിഷം എന്ന് പറഞ്ഞപ്പോ ജോസഫേട്ടൻ പറഞ്ഞ ജ്യോതിഷത്തിന് മാറ്റി നിർത്തിയാൽ ഈ അന്ധവിശ്വാസമായി മാറുന്നത് ഈ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളുടെ നാട്ടിൽ നിന്നാണ് മലയാളികള് ശ്രീലങ്കയിലേക്ക് കുടിയേറി എന്നുള്ള ഒത്തിരി പേര് അങ്ങോട്ടേക്ക് പോയി എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അവിടെയുള്ള തമിഴരായാലും സിംഗളരായാലും വിശ്വസിക്കുന്നത് മാന്ത്രികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളികൾ എന്നുള്ളതാണ്. ഇങ്ങനെ എന്താ പറയാ, അത് പേരങ്ങനെ വന്നു പോയി കഴിഞ്ഞു, അത് മലയാള മാന്ത്രികം എന്ന് ആയിക്കഴിഞ്ഞു. മലയാളി എന്ന് കേട്ടാൽ തന്നെ അവർ ആദ്യമേ ഇതാക്കുന്ന മലയാള മാന്ത്രികം എന്നുള്ള രീതിയിലേക്ക് അങ്ങ് അതങ്ങ് എസ്റ്റാബ്ലിഷ് ആയി മാറിയിരിക്കുകയാണ്. അപ്പൊ അവര് വിചാരിക്കുന്നത് മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് എല്ലാവർക്കും മാന്ത്രികം അറിയാവുന്ന രീതിയിലാണ്. എന്നുവെച്ചാൽ അവരുടെ ഒരു തോട്ട് അങ്ങനെയാണ്. തിങ്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ അവര് മനസ്സിലാക്കില്ലായിരിക്കും, പക്ഷെ അവർ അവരങ്ങനെ വിചാരിച്ചു വെച്ചേക്കുവാണ്. മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ മാന്ത്രികം അറിയാവുന്നും മലയാളികൾക്ക് എല്ലാവർക്കും മാന്ത്രികത്തോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്നും മലയാളികൾ എല്ലാവരും തന്നെ ഈ മന്ത്രവാദവും ഒക്കെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണെന്നുള്ള ഒരു കൺസെപ്റ്റ് അവർക്കുണ്ട്. അത് എവിടുന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് കാലങ്ങളിലുള്ള നോവലുകളോ അല്ലെങ്കിൽ പണ്ട് കാലത്ത് കൈമാറി വന്നതോ എന്തൊക്കെയോ ഈ നമ്പൂതിരികളും അങ്ങനെ ഈ മന്ത്രവാദവും അതും ഇതൊക്കെ കണക്റ്റഡ് ആയതുകൊണ്ടായിരിക്കാം, ഈ നോവലുകളിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ഇപ്പൊ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും അധികം ഡെവലപ്ഡ് ആയിട്ടും ഇത്രയധികം നമ്മൾ ഈ ഡെവലപ്ഡ് ആയിട്ട് കൺട്രിയിൽ താമസിച്ചിട്ടും കാനഡയിലായാലും ഇവിടെ US-ലായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ ആൾക്കാർ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന. ഈ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ കണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലുള്ള, അതായത് ഇന്ത്യയിലുള്ള ഒരു ലേഡി UK-യുടെ ലണ്ടനിലുള്ള ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ ഒരു കാർഡും കൊണ്ട് നടക്കുവാണ്. ഇങ്ങനെ ഞാൻ നിങ്ങളുടെ ഭാവി പറയാമെന്ന് പറഞ്ഞ് കാർഡും കൊണ്ട് നടക്കുന്ന നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പയ്യൻ തന്നെ അത് വീഡിയോ എടുത്തിട്ട് ആന്റി എന്ന് പറഞ്ഞിട്ട് ആ ലേഡി പിടിച്ചു നിർത്തിയിട്ട് ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ലേഡിയുമായിട്ട് ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ശരിക്കും അത് എന്താ പറയാ, അവർക്കറിയാം അത് മാനിപ്പുലേഷൻ ആണെന്ന് അറിയാം, അത് സത്യമല്ലെന്ന് അറിയാം, ചീറ്റിംഗ് ആണെന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. എന്നാലും ഞാൻ ഒരു കാര്യം, നമ്മുടെ ഈ പഴയ പുസ്തകങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറെ പുസ്തകങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇപ്പം ഹോരാശാസ്ത്രം എന്ന് പറയുന്നത് ആയുർവേദത്തെ കുറിച്ച് പഠിച്ച് എഴുതിയ എനിക്ക് തോന്നുന്നു അതൊരു 400 പേജുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണല്ലോ അതൊക്കെ വായിച്ചിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഈ ചികിത്സാ ക്രമങ്ങളൊക്കെ അന്നത്തെ കാലത്ത് അവർ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ പറയാല്ലേ, ഇപ്പം തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ നേഴ്സിങ്ങിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തലവെണ്ണയിലാണ് കുത്തിവെപ്പിക്കാൻ പഠിക്കണേന്ന് പറയുന്നുണ്ട്. അപ്പൊ കുത്തിവെച്ച് പഠിപ്പിക്കുന്നു, അപ്പൊ ആ ഫിയർ മാറാനായിട്ടെന്ന് പറയാം. പക്ഷെ ഒരു പുസ്തകം എഴുതണമെങ്കിൽ അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ സംസ്കൃതത്തിലും ഒക്കെ ഒത്തിരി പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു റിസർച്ച് അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണ പാഠവത്തിൽ നിന്നൊക്കെ ആയിരിക്കും അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചാണ്. ഇത് ഏറ്റവും നന്നായിട്ട് ഇപ്പൊ ആയുർവേദം ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ജർമ്മൻകാരാണ്. അവര് നമ്മുടെ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ഈ പഴയ പുരാതന ഈ താളിയോലകളൊക്കെ അവർ കൃത്യമായിട്ട് അവരിത് പഠിച്ച് മനസ്സിലാക്കി. അതുകൊണ്ട് അവർക്ക് ഈ ജർമ്മൻസിന്, എനിക്ക് തോന്നുന്നു ഇപ്പൊ അമേരിക്കക്കാലം, ഞാനിപ്പം ഇംഗ്ലണ്ട് ജീവിച്ചിട്ടുണ്ട്, അമേരിക്ക ജീവിച്ചിട്ടുണ്ട്, ഇപ്പൊ ജർമ്മൻസിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് മലയാളികളോട് ഇന്ത്യക്കാരോടൊക്കെ വലിയ താല്പര്യമാണ് അവർക്ക്. നമ്മൾ പറയല്ലേ ഏറ്റവും കൂടുതൽ റേഷ്യലായിട്ടൊക്കെ പെരുമാറുന്ന അവരാണെങ്കിലും അവർക്ക് അതിനുണ്ട്, അവരിത് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജോസഫേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയല്ലേ പാഴൂർ പഠിപ്പരെ പോയി ചോദിക്കാൻ പറയല്ലേ, പാഴൂര് ഈ ഇത് നന്നായിട്ട് ഇപ്പൊ ഞാൻ ഒരു ജ്യോതിശാസ്ത്രത്തിന്റെ ഒരു പുസ്തകം അല്ല ഇത് നമുക്ക് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയല്ല. അപ്പം ഇതിനെക്കുറിച്ച് ഈ കണക്കുകൾ ഇപ്പം അവിടെ നിർത്തി പറയാന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറയാം. ഇതിന്റെ അകത്ത് 99% തട്ടിപ്പുകാരാണെങ്കിൽ കൂടിയും ഇത് നന്നായിട്ട് പഠിച്ച് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ ഈ പ്രോബിലിറ്റി തിയറി എന്ന് പറയുന്ന പോലെ ഇത് എത്രമാത്രം സത്യം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റിയല്ല. ഈ നമ്മള് പണ്ട് ഈ പുസ്തകത്തിനകത്ത് വായിച്ച ഈ കരാഗരെ വസതേ
ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലെ സ്ഥിതോ ബ്രഹ്മ പ്രഭാതേ കരദർശനം എന്ന് ഈ ഹസരേഖ പുസ്തകത്തിന്റെ ആദ്യത്തെ ചാപ്റ്ററിനകത്ത് ഇങ്ങനെ എഴുതി വെക്കും. അത് കരമൂലെ ഈ അറ്റത്ത് ലക്ഷ്മി, കരമധ്യ സരസ്വതി, കരമൂലെ സ്ഥിതോ ബ്രഹ്മ പ്രഭാതേ. അപ്പൊ നമുക്ക് ഈ പ്രഭാതത്തിൽ ഈ കൈ നോക്കുന്നതിനൊക്കെ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ, ഈ സന്ധ്യ ആയി കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാൻ പറ്റിയല്ല. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നപ്പോ നമ്മുടെ നാട്ടിൽ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ട് സംസ്കൃതത്തിലൊക്കെ എഴുതിയിട്ടൊക്കെ ഉള്ള അനവധി പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഈ ജ്യോതിശാസ്ത്രത്തെ കുറിച്ചും ഈ ഹസ്തരേഖാ ശാസ്ത്രത്തെ കുറിച്ചും ഒക്കെ അത്രമാത്രം തള്ളിക്കളയാൻ പറ്റിയല്ല. നമ്മൾ പൊതുവെ ഒരു ദൈവവിശ്വാസിയും കൂടെ ആയതുകൊണ്ട് അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഒരു പറച്ചിലുണ്ടല്ലോ, നമ്മള് ഈ ഗീവർഗീസ് പുണ്യാളിന് ഇപ്പം ഏതെങ്കിലും പള്ളിയുടെ ഫ്രണ്ട് ഇരിക്കുവാണെങ്കിൽ ഗീവർഗീസ് പുണ്യാളിന് ഒരു നേർച്ച ഇടുന്നത് കൂടെ ഇനിയിപ്പോ ഈ പാമ്പിന് ഇനി എന്തെങ്കിലും ഉണ്ട് പാമ്പിനും കൂടെ നേർച്ചയിട്ടിട്ട് പോരുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ മലയാളിക്ക്, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ആ രീതിയിലുള്ള അനുഭവങ്ങൾ. എനിവേ ഒത്തിരി അമേരിക്കൻ മലയാളികളും വിദേശികളും പ്രവാസികളും ഒക്കെ നാട്ടിൽ പോകുമ്പം ഈ ജ്യോത്സ്യനെയും എല്ലാ ശാസ്ത്രത്തിലും ഹസ്തരേഖാ ശാസ്ത്രവും, കാരണം തഴച്ചു വളർന്ന ഒരു മേഖലയാണ്, ഈ ഒരു തഴച്ചു വളർന്ന മേഖലയാണ്. പല പ്രവാസികളും പോകുന്നുണ്ട്. പക്ഷെ ഇത് പൈസയൊന്നും മേടിക്കാതെ ചെയ്യുന്ന, ഇപ്പൊ തിരുവനന്തപുരത്ത്, ഇപ്പം നിങ്ങളുടെ നാടല്ലേ, തിരുവനന്തപുരത്ത് ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവർ പൈസ മേടിക്കുന്നില്ല, അവർ ഡൊണേഷൻ മേടിക്കും. അവിടെ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് അവര് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവര് നമ്മുടെ നാളൊക്കെ നോക്കിയിട്ട് പറയുന്ന ആൾക്കാരാണ്, നാളും ഇതൊക്കെ നോക്കിയിട്ട് പറയുന്നതാണ്. അപ്പൊ പറഞ്ഞു വന്ന ഇതേ ഉള്ളൂ. ഇത് അത്ര നമുക്ക് തള്ളിക്കളേണ്ടതല്ല. പക്ഷെ പ്രവാസികൾ പൊതുവെ ഇങ്ങനെ ഒരു വന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് പറയല്ലേ, ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ഇങ്ങനെയുള്ള പരിഹാരം തേടി ആൾക്കാർ പോകുന്നത്. അപ്പൊ സാധാരണ പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി അതാണ് ബേസിക്കലി ജിൻസെ, അതാണ് അതിന്റെ കാര്യം. ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും ഇതിനെ പോയി കാണാൻ ചെല്ലുന്നത്. കൈ അവിടെ നീട്ടുമ്പോഴേ മോന് മനസ്സിൽ വിഷമമുണ്ട്. അത് നമ്മളൊരു പള്ളിയുടെ മുന്നിൽ സാധാരണ ജ്യോതിഷികൾ കാണാറ്, പക്ഷെ അമ്പലത്തിന്റെ മുന്നിലും അല്ലാതെ ഈ ജംഗ്ഷനിലും ഒക്കെ ഇരിക്കുന്നവർ നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ പറയും, മോനെ കൈ ഒന്ന് കാണിച്ച്. നമ്മളെ കാണിക്കണ്ടെന്ന് വിചാരിച്ച് മാറി നടന്നു കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു സമയത്തെ ഫ്രസ്ട്രേഷൻ കൊണ്ട് കൈ കാണിക്കും. കൈ കാണിച്ചു കഴിഞ്ഞാൽ മോന്റെ മനസ്സ് നല്ല വിഷമമുണ്ടല്ലോ, എന്തോ നടന്നില്ല. ഇത് സാമൂഹികമായിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് അത് നല്ലപോലെ പറയുന്ന ആൾക്കാരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഞാൻ പറഞ്ഞ ജ്യോതിശാസ്ത്രത്തെ കുറിച്ച് മോശമായിട്ടല്ല പറഞ്ഞ് പഠിച്ച് പറയുന്നവരുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ ഭൃഹു, ഇത് പിന്നെ മുമ്പേ പറഞ്ഞ നമ്മുടെ തമിഴ്നാട്ടിലെ നാഡീശാസ്ത്രം, ഇതിനകത്തൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചേക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റിട്ടയർഡ് DGP അലക്സാണ്ടർ ജേക്കബ് സാർ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സഞ്ചാരി എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിനകത്ത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് അതിൻ്റെ ഉന്നത തലങ്ങളിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തി അനുഭവത്തിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ തീരെ ചില കാര്യങ്ങളൊന്നും എല്ലാന്നും അല്ല, വിശ്വാസത്തിലൂടെ അല്ല പോയതെങ്കിലും അറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു അക്കാഡമിക് താല്പര്യത്തിൽ ആ പലതും പോയി പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുള്ളതെന്നും പറയുന്നു. എങ്കിലും ഈ പ്രപഞ്ചത്തിന് അതീതമായിട്ടൊരു സംഭവമുണ്ട്, പ്രവചനം ചെയ്യാൻ കഴിവുള്ളവരുമുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പം ഈ നടക്കുന്നവരെല്ലാം പ്രവചനം ചെയ്യാൻ കഴിവുള്ളവരല്ല. മറിച്ച് അവര് പ്രവചനം എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പാണ് ഒരു പരിധി വരെ നടത്തുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ ആ അച്ഛൻ്റെ പേര് ഇപ്പോൾ ഓർമ്മ വന്നു, ജിയോ കപ്പലുമാക്കൻ. അച്ഛൻ്റെ അന്ന് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന. അന്നേരം ഈ ഇതിപ്പം പിന്നെ കേരളത്തിലെ ഇതിനെക്കുറിച്ച് ശ്രീലങ്ക മന്ത്രവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എത്രയോ ഇപ്പം നമുക്ക് തന്നെ അറിയാം, കടമറ്റത്തെ തന്നെ എത്രയോ അത് ജീവിച്ചിരുന്നതല്ലേ, അദ്ദേഹത്തിന് കഥയിലൂടെ വന്നതല്ലല്ലോ, ജീവിച്ചിരുന്നതല്ലേ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോഴും പള്ളിയും ഒക്കെ ഇല്ലേ. അന്നേരം ആ തലമുറയിൽ ജീവിച്ച ആൾക്കാരുണ്ട്, പല സംഭവങ്ങളും നടന്നത് കണ്ടവരുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനെയും തള്ളിക്കളയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഇത് അന്ധവിശ്വാസമാണ്. പറഞ്ഞ ആ ഒരു കാര്യത്തില് ഇപ്പം ഈ ഒരരക്ഷിതമായിട്ടുള്ള മനസ്സ് മാത്രമല്ല, എല്ലാ വിശ്വാസികളും അവിശ്വാസികളും കൂടിയാണ്. എല്ലാ വിശ്വാസത്തിലും ഇപ്പൊ ഏതെങ്കിലും ഒരു നമ്മുടെ ഒരു മാനസികമായ പക്വതയ്ക്കപ്പുറം നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ ഇസങ്ങളും അതായത് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ ഇസങ്ങളും ഒരു പരിധി വരെ അത് ആ രീതിയിലാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. അത് സംശയമില്ല. കാരണം ഇപ്പം പണ്ടത്തെ ഇപ്പൊ ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളെയൊക്കെ ഇപ്പൊ ഇന്നിപ്പോ ആസ്ട്രൽ എജക്ഷനും
ചാത്താൻ സേവയും ഇലുമിനാറ്റിയും ഒക്കെ വന്നിട്ട് ഈ മനുഷ്യന്റെ നിഗൂഢമായ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഇപ്പം നമ്മൾ പറയും ഇപ്പോഴത്തെ സയന്റിഫിക് ആയിട്ട് ഇപ്പം AI വന്നു, നമ്മുടെ ചിന്തേനെ തന്നെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ റിസർച്ചുകളും കാലങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും മനുഷ്യൻ ഒരു സംശയാലുവാണ്. ആ സംശയമാണ് നമ്മുടെ ആ സംശയമാണ് നമ്മളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, കാരണം ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്, എല്ലാവരും അതിനെ പറയുക. പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇത്രയും കാലങ്ങളായിട്ട് ഇപ്പം കുറെ ആൾക്കാരൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ണടച്ച് ഇതിനെയൊക്കെ എതിർക്കാം, കണ്ണടച്ച് വിശ്വസിക്കാം. പക്ഷെ നമ്മുടെ ഒരു സാമാന്യ യുക്തിക്കും ബോധത്തിനും നമ്മളനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നമ്മളെ എല്ലാ ദൈവവിശ്വാസികളെയും മതവിശ്വാസികളെയും, മതം ആണെങ്കിൽ തന്നെ നമ്മൾ ആ വിശ്വാസം നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിന്നില്ലെങ്കിൽ അത് ഒരു ഭ്രാന്തായി മാറുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് അപ്പോഴും നമ്മള് പറഞ്ഞത്, നമ്മൾ അമേരിക്കയിലുള്ള പ്രവാസികൾ നാട്ടിലേക്ക് പോകുമ്പോൾ ജ്യോതിഷന്മാരെയും ജ്യോതിഷികളെയൊക്കെ പോയി കാണുന്നുണ്ടെന്ന് പറയുമ്പോഴും ഇത് പറയാതിരിക്കാൻ വയ്യ. ഇവിടെയുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ കറുത്ത പൂച്ച, ബ്ലാക്ക് ക്യാറ്റ് വഴി കടന്നു പോയാൽ ദോഷം വരുമെന്ന് ഇത് ഇന്ത്യയിലുള്ളതാണ്, പക്ഷെ ഇവിടെ അത് വിശ്വസിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ കണ്ണാടി രണ്ടായിട്ട് പിളർന്നാൽ അത് 7 വർഷം വരെ ദുർഭാഗ്യം ഉണ്ടാവുമെന്നുകൊണ്ട് ഇവിടെയുള്ളവർ ഭയങ്കരമായിട്ട് അത് വിശ്വസിക്കുന്നുണ്ട്. ഈ 13 നമ്പർ, അത് പ്രത്യേകിച്ച് ഫ്രൈഡേ വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഓഫീസിൽ പിന്നെ പറയേ വേണ്ട. 13 ഫ്രൈഡേ എന്നുള്ള ദിവസം പിന്നെ അന്നത്തെ ദിവസം ഇവിടെ ഭയങ്കര ഒരു പ്രശ്നമാണ്. അതുപോലെ 13 എന്നുള്ള നമ്പർ, ഫ്ലോറിനൊന്നും 13 നമ്പർ കൊടുക്കാറില്ല, റൂമിന് 13 നമ്പർ കൊടുക്കാറില്ല. അതെന്തോ ഒരു ദോഷമായിട്ടാണ് അവരത് കരുതുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇപ്പൊ നമ്മൾ പറയും ഈ ഡെവലപ്ഡ് കൺട്രിയിൽ ഇരുന്നിട്ട് നമ്മൾ ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു, എന്നിട്ടും പിന്നെ നമ്മൾ എന്തേ പോയി ജ്യോതിഷന്മാരെ കാണുന്നു എന്ന് പറയുമ്പോഴും ഇവിടെ പോലും അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ അല്ല പരീക്ഷ. ഇത് നമ്മൾ പറഞ്ഞില്ലേ, ഇതിന്റെ അകത്ത് നമ്മളിത് ഇന്ത്യക്കാരുടെ മാത്രം ഒരു പ്രശ്നമാണ്. ഒരു കാര്യം കൂടെ ജിൻസ്, ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്നതിന് സോറി പറഞ്ഞോട്ടെ. ഞാൻ ജോസഫ് ഏട്ടനെ എനിക്കൊന്ന് പ്രൊട്ടക്ട് ചെയ്യണം. ജിൻസ് പറഞ്ഞു ജോസഫ് ഏട്ടൻ എന്താ പറയാ അന്ധവിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വിശ്വാസം ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഒന്ന് എനിക്ക് കാണിച്ചു തരാവോ കേരളത്തിലെ? ആ ടോപ്പിക് എടുത്തിട്ട് ഇനി ജോസഫേറിനെ ഇനി വിഷമിപ്പിക്കണ്ട. അത് ഞാൻ പറഞ്ഞത് ജോസഫേട്ടനൊന്നും പറയണ്ട. ഞാൻ അത് പരീക്ഷ നൈസായിട്ട് ജോസഫേട്ടന് ഒരു പണി കൊടുത്തതാണല്ലോ. ജോസഫേട്ടൻ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഇരിക്കുകയും ചെയ്യും, എല്ലാവരും വിശ്വാസികളുമാണ്, എല്ലായിടത്ത് പോവുകയും ചെയ്യും, പ്രത്യേകിച്ച് ജ്യോത്സ്യന്മാരെ കാണുകയും ചെയ്യും. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. സത്യം. നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ബ്രിട്ടീഷുകാരാണ് ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ട് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ ലോകത്ത് എല്ലായിടത്തും അതാത് സ്ഥലങ്ങളെ പോലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഈ ശ്രീലങ്കൻസിനുണ്ട്, ഇപ്പൊ നമ്മൾ മറ്റുള്ള എല്ലാ ആൾക്കാർക്കും, ആഫ്രിക്കയിലൊക്കെ പല രാജ്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ നിഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇത് തലവെട്ടവും മനുഷ്യ കുരുതി കൊടുക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കാലക്രമേണയൊക്കെ മാറി വന്നാലും മനുഷ്യന്റെ മനസ്സിന്റെ ആ ഒരു സംശയ നിവാരണത്തിന് വേണ്ടി അതിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചില ശാസ്ത്രങ്ങളൊക്കെ അതിൻ്റെ അകത്തൊക്കെ കുറച്ച് സത്യങ്ങളുണ്ട്, അർത്ഥസത്യങ്ങളുണ്ട്. അതിനെയൊക്കെ കുറിച്ച് പറിച്ചിട്ട്, കാരണം ഇത് പഠിക്കാതെ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നതാണ് ഭൂരിപക്ഷം ആൾക്കാരും. എനിവേ, നമ്മുടെ അമേരിക്കയിലും ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ നന്നായിട്ടുണ്ട്. അമേരിക്കക്കാരും പ്രവാസികളും ഓസ്ട്രേലിയക്കാരും ഇംഗ്ലീഷുകാരും എല്ലാം ബ്രിട്ടീഷുകാരും എല്ലാവരും പോകുമ്പോൾ പറ്റുന്നിടത്ത് നാഡീശാസ്ത്രം അല്ലെങ്കിൽ ജ്യോത്സ്യനും കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ച്, കാരണം ചരട് നമ്മള് ഷർട്ടിന്റെ അകത്ത് കെട്ടിയാലും അരയിൽ കെട്ടിയാലും പൂണ്ട് കെട്ടിയാലും വിശ്വാസിയാണ്. അതുകൊണ്ട് ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടു കിട്ടാനായിട്ട് വലിയ പാടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സബ്ജക്ട് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.